ഹായ്. നമ്മൾ കുറേ ദിവസങ്ങളായി വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് MMTTCയുടെ പ്രത്യേകമായ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്ന 2 സെഷനുകളുണ്ട്. അതിലൊന്നാണ് സൈബർ സേഫ്റ്റി എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന ഒരു ഏരിയ. രണ്ടാമത്തേത് ഒരു ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ആ ടോപ്പിക് എടുക്കുന്ന സമയത്താണ് പറയുക. ഈ 2 ടോപ്പിക്കുകളിലെ ഒന്നാമത്തെ ഭാഗം സൈബർ സേഫ്റ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ, ജെൻ സെഡിൻ്റെ കാലഘട്ടം, ആൽഫ ജനറേഷൻ്റെ കാലഘട്ടത്തിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരിക്കേണ്ട മിനിമം വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ലോകത്ത് ഇൻ്റർനെറ്റിൻ്റെ ഈ ലോകത്ത് ഇപ്പോൾ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു കോമൺ സംഭവമായിട്ട് ഇൻ്റർനെറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊരു വീട് പോലെയാണെന്ന് പറയാം. നമുക്കറിയാം, വാതിലും ജനലും തുറന്നിട്ടാൽ ആർക്കും കയറാം. അത് സുരക്ഷിതമായി അടച്ചിടാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ വീടിനെ സംരക്ഷിക്കുന്നത്. അതുപോലെയാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. അടച്ചിടാൻ പഠിക്കേണ്ടുന്ന, സേഫായി വെക്കാൻ പഠിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൃത്യമായി ഒരാൾക്ക് അടച്ചിടാൻ പഠിക്കുക? ഞാൻ സാധാരണയായി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര പേര് സോഷ്യൽ മീഡിയയിൽ സ്വന്തം ലൊക്കേഷൻ ഷെയർ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഇതിൽ ധാരാളം ആൾക്കാർ, ഇപ്പോൾ ഞാൻ എൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ലൊക്കേഷനൊക്കെ ഞാനൊരു തവണ ഷെയർ ചെയ്ത് വെച്ചിരുന്നു. അത് പിന്നീട് എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫോൺ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ലൊക്കേഷൻ ആക്സസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. പല ആപ്പുകളും നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ലൊക്കേഷൻ ആക്സസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത്, എങ്ങനെയാണ് നമ്മൾ സൈബർ ലോകത്ത് സെക്യൂറായിട്ടിരിക്കുക? ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്, പുതിയ കാലഘട്ടത്തിൽ ടാബ് ഉപയോഗിക്കുന്നവരാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ AI ലോകത്തേക്ക് കടന്നു വരേണ്ടവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇവിടെ കൃത്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവിടെ നമ്മൾ സേഫായി, സെക്യൂറായി സൈബർ ലോകത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ ക്ലാസ് മനസ്സിലാകാത്ത ആളുകളുണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന്, നമ്മുടെയൊക്കെ ജനറേഷൻ ഇതാണ്. പ്രധാനപ്പെട്ട ചെറിയ പോയിൻ്റുകളായിരിക്കും, പക്ഷേ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തെ ഭാഗം, മൊഡ്യൂൾ 1 എന്ന് തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെക്കണം. ഒന്നാമത്തേത് പാസ്വേഡ് ആൻഡ് അക്കൗണ്ട് സെക്യൂരിറ്റി. ഈ 2 കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ പാസ്വേഡ് സാധാരണയായിട്ട് എല്ലാ ബാങ്കിൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്ട്രോങ് പാസ്വേഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. സ്ട്രോങ് അല്ല എന്ന് ഫോണിന് തോന്നിയാൽ ഫോൺ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, ഇത് പറ്റില്ല, ഇത് സ്ട്രോങ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആവറേജ് ആണ്, ഗുഡാണ്, വെരി ഗുഡാണ്, സ്ട്രോങ് ആണ്. അപ്പോൾ എന്താണ് ഈ സ്ട്രോങ് പാസ്വേഡ്? ഇപ്പോൾ സാധാരണ ഇപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം പറയാം, പാസ്വേഡ് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാറ്റിനും ഒരേ പാസ്വേഡ് ഇട്ട് വെക്കും. ഈ പാസ്വേഡ് മിക്കവാറും ഒന്നുകിൽ പേരായിരിക്കും, മിക്കവാറും ആളുകൾ കൊടുക്കുന്നതാണ്, പേര് കൊടുക്കും. മറ്റൊന്ന് ജനനത്തീയതി കൊടുക്കും. നമ്മുടെ ജനനത്തീയതി അത് ആർക്കും അറിയാൻ സാധ്യതയില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഇമെയിൽ ID ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടും. അടുത്ത് നമ്മൾ കൊടുക്കുന്നൊരു സാധനം ഫോൺ നമ്പർ. നമ്മുടെ ഫോൺ നമ്പർ പാസ്വേഡായിട്ട് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട് ചോദിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഒന്നുകിൽ ഫോൺ നമ്പറിൻ്റെ ആദ്യത്തെ 5 അക്കം അല്ലെങ്കിൽ അവസാനത്തെ 6 അക്കം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പാസ്വേഡ് കൊടുക്കാൻ പാടില്ല. പാസ്വേഡ് കൊടുക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ PASSWORD എന്നാണ്. അവിടെ നമ്മൾ P കഴിഞ്ഞിട്ട് Aക്ക് പകരം @ കൊടുക്കുക, പാസ്വേഡ് തന്നെയാണ്. W കഴിഞ്ഞിട്ട് Oക്ക് പകരം 0 കൊടുക്കുക, പാസ്വേഡ് എന്ന് തന്നെയാണ്. പക്ഷേ ഒരാൾക്കത് കണ്ടുപിടിക്കുക എന്നുള്ള പ്രയാസമാണ്. ഇതേപോലെ പിന്നെ ട്രെയിനിങ്, നമ്മളിപ്പോൾ ട്രെയിനിങ് @ ട്രെയിനിങ് # ട്രെയിനിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചിഹ്നങ്ങളോ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച്, അക്കങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഒരു പാസ്വേഡ് എല്ലാ അക്കൗണ്ടുകൾക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഗൂഗിൾ മീറ്റ് തുടങ്ങുക, അല്ലെ ഗൂഗിൾ പേ നമ്മൾ ചെയ്യാറുണ്ട്, ഫോൺ പേ ചെയ്യാറുണ്ട്, ഇതുപോലെയുള്ള ഇമെയിൽ ID നമുക്ക് വാട്സപ്പിനുണ്ടാകും. ഇതിലെല്ലാം നമ്മളിത് ചെയ്യണം. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഞാൻ അടുത്ത പറയുന്ന സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ വാട്സപ്പ്, ജിമെയിൽ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലെല്ലാം
ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നാണ് പറയുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒരു പാസ്വേഡും ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഓപ്പണായിട്ട് വരും. എന്നാൽ ഒരാൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരും. ഞാനൊരു റിക്കവറി മെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെസ്സേജ് വരും. അല്ലെങ്കിൽ റിക്കവറി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ മെയിൽ IDയും പാസ്വേഡും കിട്ടിയാൽ പോലും തുറക്കാൻ കഴിയില്ല. അപ്പോൾ 99% ഹാക്കിങ്ങിനെയും തടയാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്, 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. ഇപ്പോൾ വാട്സപ്പ് നിങ്ങളിപ്പോൾ എടുത്തിട്ട് സെക്യൂരിറ്റിയിൽ പോയി നോക്കിയാൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഓൺ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളത് ഉടൻ തന്നെ ഓൺ ചെയ്തിടുക. അപ്പോൾ ഉണ്ടാവാൻ പോകുന്നൊരു പ്രശ്നം പറയാം. നമ്മൾ 4 ദിവസം കഴിയുമ്പോൾ വാട്സപ്പ് തുറക്കുന്ന സമയത്ത് കോഡ് ചോദിക്കും. അപ്പോൾ ആ കോഡ് അടിച്ചു കൊടുക്കാം, നമുക്കെല്ലാം അത് അറിയുള്ളൂ, വേറെ ആർക്കും ഇത് കിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ വാട്സപ്പോ നമ്മുടെ ഇൻസ്റ്റഗ്രാമോ നമ്മുടെ ജിമെയിലോ വേറെ ആൾക്ക് കിട്ടാതിരിക്കാൻ ഇത് കാരണമാകും. അപ്പോൾ 99% ഹാക്കിനെയും തടയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെരിഫിക്കേഷൻ മോഡലാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അഥവാ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും നമ്മളത് ചെയ്തിരിക്കണം. ഇനി അടുത്തത് നമ്മൾ പറയാം ഡിവൈസ് ആക്സസ് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു സാധനമാണ്, ഇപ്പോൾ എൻ്റെ ഇമെയിൽ IDയോ പാസ്വേഡൊക്കെ നമ്മൾ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്താൽ നമ്മളത് മിക്കവാറും ലോഗൗട്ട് ചെയ്യാൻ മറക്കില്ല. വാട്സപ്പ് ഒന്നും ആണെങ്കിൽ മറക്കില്ല, കാരണം അതിൽ പല നമ്മുടെ രഹസ്യങ്ങളുണ്ട് എന്നതുകൊണ്ട് മറക്കാതെ വരുമായിരിക്കും. പക്ഷെ മറന്നാൽ നമ്മളെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡാറ്റ, ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, നമ്മൾ ആരോടൊക്കെ സംസാരിച്ചു, നമ്മൾ എന്തൊക്കെ സംസാരിച്ചു എന്നെല്ലാം മറ്റൊരാളുടെ കയ്യിൽ കിട്ടുകയാണ്. നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാം, നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പല രീതിയിൽ ചെയ്യാൻ ഈ ഒരു സംവിധാനം കൊണ്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനം, മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലോ മറ്റൊരാളുടെ മൊബൈൽ ഫോണിലോ നമ്മുടെ ജിമെയിൽ IDയോ പാസ്വേഡോ തുറക്കേണ്ടി വന്നാൽ, വാട്സപ്പോ തുറക്കേണ്ടി വന്നാൽ, എങ്ങനെ വേറൊരാളുടെ ഫോണിൽ തുറക്കുക? വാട്സപ്പ് നമുക്കറിയാം, വാട്സപ്പ് വെബ് ഉപയോഗിച്ചിട്ടൊക്കെ തുറക്കാൻ പറ്റും. ആ സമയത്ത് മിക്കവാറും ആളുകൾ ചെയ്യേണ്ടുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയും. നമ്മുടെ ക്രോമിലൊക്കെ നിങ്ങൾ തുറന്നാൽ മുകളിൽ ഒരു ആൽഫ എന്ന് പറയുന്ന ചിഹ്നം അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ പറയും, ഇൻഫിനിറ്റി ചിഹ്നത്തിൽ കിടക്കുന്നൊരു സംഭവത്തിനെയാണ് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയാം. ഈ ഇൻകോഗ്നിറ്റോ മോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഒരു ഹിസ്റ്ററിയും ബാക്കി വെക്കാതെ അത് നഷ്ടപ്പെട്ട പോലെ കാണിക്കും. എന്ന് വെച്ചാൽ വീണ്ടും ഒരാൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സെർച്ച് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്, നമ്മൾ എന്താണ് കണ്ടത് എന്നുള്ള ഹിസ്റ്ററികളിലൊന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ എടുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു നോർമൽ ആളെ സംബന്ധിച്ചിടത്തോളം ഇൻകോഗ്നിറ്റോ മോഡിൽ ഉപയോഗിച്ചൊരു സംഭവം നമുക്ക് തുറക്കാൻ കഴിയില്ല. അപ്പോൾ ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരാളുടെ ഫോണിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും, വേറെ ആളുടെ ഫോണിലോ വേറെ ആളുടെ കമ്പ്യൂട്ടറിലോ നമ്മളൊരാൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും ആ സെർച്ചിങ് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് സോഷ്യൽ മീഡിയ അവെയർനെസ് എന്ന് പറയുന്നതാണ്, വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, ഒരാളുടെ അക്കൗണ്ട് പബ്ലിക്കാണോ പ്രൈവറ്റാണോ എന്ന് നോക്കിയിട്ടാണ് ആളെത്രത്തോളം ജെനുവിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ. ഇപ്പോൾ ലോകത്ത് മുഴുവൻ എല്ലാ ആളുകളും നമ്മുടെ കമ്പനിയാണ്. എല്ലാ ആൾക്കാരോടും നമുക്ക് ലോകത്തുള്ള ഏത് ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും നമ്മുടെ അക്കൗണ്ടുകളൊന്നും പബ്ലിക്കാക്കി വെക്കരുത്. ഇതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ ഇത് അറിയുമായിരിക്കും, എങ്കിലും നമ്മളൊന്ന് പറഞ്ഞു വെക്കുകയാണ്, പ്രൈവറ്റ് മോഡിലായിരിക്കണം വെക്കേണ്ടത്. എന്തിനാണ്? നമ്മളെ അറിയുന്ന ആളുകൾ മാത്രമേ നമ്മുടെ ഫ്രണ്ട്സാകാൻ പാടുള്ളൂ. അപരിചിതരെ ഒരിക്കലും ഫ്രണ്ട്സാക്കരുത്. നമ്മൾ വിചാരിക്കുന്നതോ, അപരിചിതരായ ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ട് വന്ന് അവരെൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആരും വരാൻ പോകുന്നില്ല. നമ്മളൊരാളെ അപരിചിതനാണോ അവൻ അപരിചിതൻ തന്നെയാണ്. ഒരിക്കലും ആ നമ്മുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ്റെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കെന്തെങ്കിലും ഉപകാരം കിട്ടാതെ ഞാൻ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരു സഹായം ചെയ്തു കൊടുക്കുക, മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രം ചെയ്തു കൊടുക്കുക, ആ മനുഷ്യത്വത്തിന് പോലും ഒരു പബ്ലിസിറ്റി ഉണ്ടോ എന്ന് നോക്കുന്ന കാലത്ത്, ഫോട്ടോ എടുക്കാൻ ആളുണ്ടോ എന്ന് നോക്കുന്ന കാലത്ത്, അല്ലാതെ അപൂർവമായിട്ട് മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഭംഗി കണ്ടിട്ടോ നിങ്ങളുടെ പോസ്റ്റ് കണ്ടിട്ടോ നിങ്ങളുടെ ഷെയർ കണ്ടിട്ടോ നിങ്ങൾ എത്ര വൃത്തിയായി ചെയ്തത് കൊണ്ടോ ഒരിക്കലും നമ്മളെ ആരും ഫ്രണ്ട്സാക്കാൻ പോകുന്നില്ല, നമ്മളാരും സഹായിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം ആവശ്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും അക്കൗണ്ട് പബ്ലിക്കാക്കി വെക്കരുത്.
പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിനൊരു പ്രൈവസി ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ, നമ്മളുമായി ബന്ധമുള്ള ആൾക്കാർ മാത്രം നമുക്ക് ഫ്രണ്ട്സ് ആക്കാം. അവർക്ക് നമ്മുടെ ഫോട്ടോസ് കാണാം, നമ്മുടെ ഡീറ്റെയിൽസ് കാണാം, നമ്മൾ പങ്കിടുന്ന കാര്യങ്ങൾ കാണാം. അല്ലാത്തൊരാളെ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ പിന്നെ പബ്ലിക് ഫിഗറുകളായിട്ടുള്ള സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരങ്ങനെ ചെയ്യുന്നുണ്ടാകും. അവർക്കും പ്രൈവസി ആയിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഇത് അവരുടെ പബ്ലിക് അക്കൗണ്ട്, മറ്റൊന്ന് അവരുടെ പ്രൈവറ്റ് അക്കൗണ്ട്. പബ്ലിക് അക്കൗണ്ടിൽ പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ കൊടുക്കുള്ളൂ. പ്രൈവറ്റ് അക്കൗണ്ടിലായിരിക്കും അവരുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് അക്കൗണ്ടുകൾ നമുക്കുണ്ടാവേണ്ടത് പബ്ലിക്കാകുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ, അത് പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ മാത്രം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനായിരിക്കണം. ഇനി മറ്റൊന്നാണ് ഫോട്ടോ ഷെയറിങ്. ഇപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഫോട്ടോയിൽ വീടിൻ്റെ നമ്പർ വരുന്നുണ്ടോ നോക്കാം. സ്കൂളിൻ്റെ പേര്, ഇപ്പോൾ സ്കൂളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്കൂളിൻ്റെ പേര്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു ലോഗോ വെച്ചിട്ട്, ഇപ്പോൾ മെൻറ്റോറയുടെ ഒരു ലോഗോ വെച്ചിട്ട് അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മെൻറ്റോറയുടെ ആളാണ് എന്നുള്ളത് നാട്ടുകാരറിയാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ അതുണ്ടോ, വണ്ടിയുടെ നമ്പറിന് മുമ്പിൽ വെക്കുക, എന്നിട്ട് അത് വെക്കുക. ഇതൊക്കെ നമ്മുടെ സ്വകാര്യ വിവരങ്ങളാണ്. അത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുന്ന, സോഷ്യൽ മീഡിയയിൽ കഴിവുള്ള ഒരാളുടെ അടയാളങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പ്രൈവറ്റ് വിവരങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിക്കുക. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും മെൻറ്റോറയുടെ ട്രെയിനേഴ്സ് ഓൺലൈൻ ക്ലാസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ബാക്കിൽ അയലിൽ തുണികൾ ഇട്ടിട്ടുണ്ടാവും. ഈ തുണികൾ കാണാൻ സാധ്യതയുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ ഇരുന്നിട്ട് ഈ ഫോട്ടോയോ ക്ലാസ്സോ എടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ മാറിയിരിക്കണം. അപ്പോൾ ബാക്കിലിരിക്കുന്ന, നമ്മുടെ ബാക്കിലുള്ള എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം മുമ്പിലിരിക്കുന്ന ആൾക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ കുട്ടികളിങ്ങനെ ഓടി വരുന്നുണ്ടാകും, നമ്മൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നുണ്ടാകും, ചിലപ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും വിളിച്ച് പറയുന്നുണ്ടാകും. നമ്മൾ വീട്ടിൽ പല രീതിയിലുണ്ടാവുക. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഇടയിൽ കാണാനും അവർക്ക് അറിയാനുമുള്ള സാധ്യതയുണ്ട് എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. എന്നുവെച്ചാൽ സ്വകാര്യ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്ത പോയിൻ്റ്, ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറയും, എൻ്റെ വിരലടയാളം നമ്മളൊരു സ്ഥലത്ത് വെച്ചാൽ പുതിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് നായോ അല്ലെങ്കിൽ ഫുട് പ്രിൻ്റോ എടുക്കാൻ കഴിയുന്ന ആര് വന്നാലും വിരലടയാളം എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇന്ന ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാലത്താണ്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൽ നമ്മളിടുന്ന ഒന്നും ഒരു കാലത്തും മാഞ്ഞു പോകില്ല. നമ്മൾ ഭാവിയിൽ ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ പഴയ പോസ്റ്റുകൾ നമുക്ക് ചിലപ്പോൾ വിനയായി വന്നേക്കാം. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനൊരാളെ ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാനോ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നോക്കുക, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് നോക്കുക, ഇവരുടെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസാണ് നോക്കുക, ഇവരുടെ പഴയ കാലത്തെ കമൻറ്റുകളാണ് വായിക്കുക, ഇവരുടെ പഴയ കാലത്തെ പോസ്റ്റുകളാണ് നോക്കുക. അതിലവർക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ എങ്കിൽ അവർ സ്റ്റാൻഡേർഡ് ഉള്ളവരായിരിക്കും. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇനി ഇൻ്റർവ്യൂ പോലും ഒരുപക്ഷെ ചെയ്യാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഉണ്ടാവുക. അധ്യാപകർ എന്ന നിലക്ക് ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം, നമ്മൾ പോസ്റ്റ് ഇടുന്ന കാര്യം, നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത്, ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കാം. സ്കാംസ് ആൻഡ് ഫിഷിംഗ് എന്താണെന്ന് ആദ്യം പറയാം. ഇപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ലിങ്ക് കാണും, സൗജന്യ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വയസ്സായ ആളുകളെ പറ്റിച്ചു, 3 കോടി പോയി, 50 ലക്ഷം പോയി, 40 ലക്ഷം പോയി. ഈ സമയത്തിനോട് പലരും പറഞ്ഞിട്ടുണ്ട്, 40 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്കൊന്നും പോകാമല്ല, എൻ്റെ അടുത്ത് 40 ലക്ഷം ഇല്ലല്ലോ എന്ന്. ചിലപ്പോൾ 1000 രൂപയായിരിക്കും. 40 ലക്ഷം ഉള്ളവന് 40 ലക്ഷം വലിയ കാര്യമാണ്. 1000 രൂപ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയും വലിയ കാര്യമാണ്. അപ്പോൾ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് വരുന്ന ഒരു സംഭവം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ലോകത്ത് ഒരാൾ നമുക്ക് വെറുതെ ഒന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട യൂസുഫ് അലി ലുലുവിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ തരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുകേഷ് അംബാനി ഇന്നത് കൊടുക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ചില ആൾക്കാർ പറയുന്നത് ഒന്നും കൊടുത്തില്ല, പൈസ ഒന്നും പോകുന്നില്ലല്ലോ, ഞാൻ എൻ്റെ അഡ്രസ്സ് മാത്രമേ കൊടുത്തുള്ളൂ. ഒരാളുടെ ഡാറ്റ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ്. നിങ്ങളുടെ ഒരു ഫോൺ നമ്പറും ഒരു ഡാറ്റയും കിട്ടിയാൽ ഒരു ഫോൺ നമ്പറിന് 20 രൂപയും 50 രൂപയും 70 രൂപയും ക്വാളിറ്റി അനുസരിച്ച് 100 രൂപയും 200 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ ചില ഫോൺ നമ്പറുകൾക്ക് വലിയ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, നമ്മുടെ അല്ലെങ്കിൽ മെയിൽ ID കൊടുക്കുക, പേര് എന്താണെന്ന് അതിൽ അടിച്ചു കൊടുക്കുക, സമ്മാനം കിട്ടും വിചാരിച്ചിട്ട് ലോകത്ത് ഒരാൾ നിങ്ങൾക്ക് വെറുതെ ഒന്നും തരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുക. ഇനി അങ്ങനെ ഒരാൾ തരികയാണെങ്കിൽ എനിക്ക് വേണ്ട നമ്മളോട് തീരുമാനിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നുവെച്ചാൽ അങ്ങനെ എനിക്ക് വെറുതെ കിട്ടണമെന്ന് എനിക്ക് വേണ്ട,
എനിക്ക് ഞാൻ പണിയെടുത്തിട്ട് കിട്ടുന്നത് മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തരുമല്ലോ, അപ്പോൾ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഒരു ഏറ്റവും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ വാക്കിനെ ഉപയോഗിക്കാനുള്ള കാരണം പുതിയ കാലത്തെ പുതിയ ജനറേഷൻ കുട്ടികൾ ഉപയോഗിക്കുന്ന കാര്യമാണിത്. നമുക്ക് വെറുതെ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ പകുതി നമ്മൾ രക്ഷപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലിങ്ക് വന്നാൽ എനിക്ക് വേണ്ട, പ്രശ്നമില്ലല്ലോ, നമുക്കത് വേണ്ട. അപ്പോൾ വാട്സപ്പിൽ വരും, ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാമോ, എങ്കിൽ നിങ്ങൾക്ക് അത്ര കിട്ടും, ഇത് 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ, നിങ്ങൾക്ക് ഇത്ര കിട്ടും. അങ്ങനെ ആരും നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഒന്ന് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളങ്ങനെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിന് കാരണം ഉണ്ടാവണ്ടേ, എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ഒരാളെ നമുക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ. ഒരു കാരണമില്ലാതെ ഒരാൾ എന്തെങ്കിലും തരുന്നുണ്ട് എങ്കിൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ കുടുംബത്തിന് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുത്തൂടെ. അങ്ങനെയൊന്നും ചെയ്യാതെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഞാൻ അടുത്തതാണ് OTP പറഞ്ഞിട്ട് വിളിക്കുക. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാൾക്ക് OTP കൊടുക്കാൻ പാടില്ല. പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞാലും കൊടുക്കണ്ട. കാരണം OTP ഒരിക്കലും വേറെ ആൾക്ക് ഷെയർ ചെയ്യാനുള്ളൊരു സാധനമല്ല. 1 ടൈം പാസ്വേഡ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണെന്ന് ചോദിക്കുക. നേരിട്ട് ചെന്നിട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ പറയുന്നതോടുകൂടി തന്നെ അവർ വെക്കും. കാരണം ഒരിക്കലും OTP ഫോണിൽ വിളിച്ച് പറഞ്ഞ് കൊടുക്കേണ്ടുന്ന സാധനം അല്ല. നമ്മൾ നേരിട്ട് ചെന്ന് ആരാണോ ചോദിക്കുന്നത് അവർക്ക്, ബാങ്കിലാണെങ്കിൽ നേരിട്ട് ബാങ്കിൽ ചെല്ലുക, ബാങ്ക് മാനേജറെ കാണുക, OTP വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കൊടുക്കാമെന്ന് പറയുക. അല്ലാതെ ഒരിക്കലും നമ്മളത് കൈമാറാൻ പാടില്ല. ഇനി അടുത്തൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ വീഡിയോ കോൾ സ്കാംസ്. പുതിയ കാലത്തുണ്ടാകുന്നൊരു സാധനമാണ്. നിങ്ങൾ വിളിക്കുക, ഒരു ഫോൺ വിളിക്കുമ്പോൾ അപരിചിതമായ ഒരു വീഡിയോ കോൾ വന്നാൽ അപ്പം എടുക്കുക. നമ്മൾ വിചാരം എന്താണ്, നമ്മൾ ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ ഒരു അവതാരകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ് റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ലോകത്ത് നിങ്ങൾ നോക്കിക്കൊള്ളുണ്ട്, ഇങ്ങനെ വളർന്നു വന്ന വലിയ ആളുകൾ വരെ ഒറ്റയടിക്ക് ഒന്നും അല്ലാതായി പോകുന്നത് ഇത്തരത്തിലുള്ള സ്കാമുകളിലാണ്, വീഡിയോ കോളുകളിലാണ്, അല്ലെങ്കിൽ മെസ്സേജുകളിലാണ്. വലിയ സ്ഥാനത്തെത്തിയ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഡൗണായി വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും വീഡിയോ കോൾ സ്കാമായിട്ടും ചെയ്യും, അല്ലാതെയും പെടുന്നുണ്ടാകും. ഇതിൽ ഒന്ന് നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഒരാൾ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു കാരണം ഉണ്ടാകും. ആ കാരണം ചിലപ്പോൾ നഗ്നമായിട്ട് അവർ നിൽക്കുന്നുണ്ടാകും, എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് അവർ പ്രസൻറ്റ് ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് വലിയ വില. അപ്പോൾ നമ്മൾ അഭിമാനം പ്രതീക്ഷിച്ച് അവർക്ക് പൈസ കൊടുക്കും. ഒരു തവണ കൊടുത്താൽ തീരൂല, വീണ്ടും വീണ്ടും കൊടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് വൺ, മൊഡ്യൂൾ 4, ലീഗൽ സൈഡും ടീച്ചേഴ്സ് റോളും. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈൻ മറ്റുള്ളവരെ പരിഹസിക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും കുറ്റകരമാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ പറയാൻ പറ്റുമോ അങ്ങനെ ഒരാളെ കുറ്റം പറയാൻ പറ്റുമോ? ഒരാളോട് നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് പറയാൻ പറ്റും? പാടില്ല. അത് ഒരാൾ കമൻറ്റ് നിങ്ങൾ ചെയ്താൽ പോലും അതെന്താണ്, മോശമാണെന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഇത് ഒരു വളരെ നമ്മൾ ഇങ്ങനെ സാധാരണ ചെയ്യുന്നതാണ്. ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുക. IT ആക്ട് 66E67 ഇത് രണ്ടും പറയുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണേ, ചില സമയങ്ങളിൽ ചോദ്യങ്ങളും വരാറുണ്ട്. IT ആക്ട് 66E67 അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അവരുടെ അനുവാദമില്ലാതെ വേറൊരാളുടെ ഫോട്ടോ എടുക്കുക, അവരുടെ വീഡിയോ എടുക്കുക, ഇത് പാടില്ല. അയാൾക്കെതിരെ കമൻറ്റ് ചെയ്യുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടല്ലേ ഉള്ളൂ, ആ വർത്തമാനത്തിന് ഒരിക്കലും സാധ്യതയില്ല. ഇനി ഇങ്ങനെ നടന്നാൽ എന്ത് ചെയ്യണം? ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 എന്നാണ് നാഷണൽ സൈബർ ക്രൈമിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഉടൻ ചെയ്യേണ്ടത് 1930 എന്ന നമ്പറിൽ നമ്മൾ വിളിക്കുന്നു, അവരോട് കാര്യം പറയുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുക. അത് വളരെ പ്രധാനമാണ്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ പൈസ പോയി കഴിഞ്ഞാൽ 1930 വിളിച്ചാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ പൈസ പോയ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, നാഷണൽ സൈബർ ക്രൈമിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 നമ്പർ പഠിച്ചു വെക്കണേ. PSCക്ക് വരുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ഇതും. ഞാൻ നേരത്തെ പറഞ്ഞ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം 66E67 എന്ന് പറയുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട നമ്മളെ PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇത് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഒരു ടീച്ചറുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു ടീച്ചർ എങ്ങനെയാണ് കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകാൻ ഒരു ടീച്ചർക്ക് കഴിയണം. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള, നമ്മൾ പറയല്ലോ എല്ലാ സാധനങ്ങളെക്കുറിച്ചും ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നിടത്ത് നമ്മൾ പറയേണ്ട ആദ്യത്തെ സംഭവം, ഒരു ടീച്ചർ കുട്ടികളോട് പറയേണ്ടത് ഫോൺ എപ്പോൾ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു ഈ ഒരു സിസ്റ്റത്തിൽ ഇത്രയും നന്നായി വളരുന്ന
അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഫോണിൻ്റെ മുമ്പിൽ മാത്രം ഇരുന്ന് ക്ലാസ് എടുക്കുന്നവരാണ് നമ്മൾ. ഫോണിൻ്റെ മുമ്പിൽ ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പോൾ ഫോണിൽ അഡിക്റ്റഡ് ആകുന്ന കുട്ടികളാണ്. 3-4 മണിക്കൂർ തുടർച്ചയായി നമ്മുടെ മുമ്പിൽ അവരിയ്ക്കുകയാണ്. അവരോട് പറഞ്ഞു കൊടുക്കണം, ഇതുകൊണ്ട് ഇത്രയും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് വശം മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഫിഷിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം, സ്കാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം, എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരണം നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ, നമ്മൾ തിങ്ക് ബിഫോർ യു ക്ലിക്ക്. മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ക്ലിക്ക് അടിക്കുന്നതിന് മുമ്പേ തീർച്ചയായും ചിന്തിക്കുക, ഇത് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ. ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാവുക. ഓക്കെ, നമ്മളിന്ന് പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാനൊന്ന് 4 മൊഡ്യൂളുകളായിട്ട് തന്നെ ഒന്നും കൂടെ പറയാം, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കുന്ന സമയത്ത് പറയാം. 1ാമത്തെ മൊഡ്യൂൾ നമ്മൾ പറഞ്ഞത് പാസ്വേഡ് ആൻഡ് അക്കൗണ്ട് സെക്യൂരിറ്റിയെക്കുറിച്ചാണ്. പാസ്വേഡ് എങ്ങനെയായിരിക്കണം, എന്ത് പാസ്വേഡ് കൊടുക്കണം, 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്താണ്, ഡിവൈസ് ആക്സസ് മറ്റൊരു ഫോണിൽ നമ്മൾ തുറന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഇൻകോഗ്നിറ്റോ മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. 2ാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയ അവയർനെസ് ആണ്. എങ്ങനെയാണ് പ്രൈവസി സെറ്റ് ചെയ്യേണ്ടത്, പബ്ലിക്കാണോ പ്രൈവറ്റ് ആണോ, ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇനി അടുത്തത് നമ്മൾ മൊഡ്യൂൾ 3ാമതിൽ പറഞ്ഞത് സ്കാംസും ഫിഷിങ്ങും എന്താണ് സ്കാം, എന്താണ് ഫിഷിങ്, ഫിഷിങ്ങിൻ്റെ ലിങ്കുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അടിക്കേണ്ടത്, OTP വെച്ചിട്ടുള്ള ഫ്രോഡുകളെ എങ്ങനെ നമ്മൾ തിരിച്ചറിയണം, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക അത് ഫ്രോഡാണെന്ന് തിരിച്ചറിയണമല്ലോ, അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക, വീഡിയോ കാൾ സ്കാം വരുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്, പിന്നെ മോർഫിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോർഫിങ്ങിൻ്റെ വ്യൂസ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇത് നിർബന്ധമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇപ്പോൾ 4 മൊഡ്യൂളുകൾ 4 ഭാഗങ്ങളായിട്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റിലത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വിവരണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു 2ാം ഭാഗം നമ്മൾ ക്ലാസ് എടുക്കുന്നിടത്ത് പറയും എന്താണ് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കുറച്ചും കൂടി 4ാമത്തിൽ നമ്മൾ ലീഗൽ സൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്. ടീച്ചേഴ്സ് റോൾ എന്താണ്, സൈബർ ബുള്ളിങ് എങ്ങനെയാണ് പറയുക, പിന്നെ നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞു, ഒരു ടീച്ചറുടെ റോൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ഓക്കെ.